എൻ്റെ പേര് നൂറാണ്. ഞാൻ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബ്രോ മനാഫ് ഇവിടെ ദുബായിൽ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും ഒരു അഭിമാനമാണ്, ഒരു റോൾ മോഡലാണ്. ഇത്രയും ലക്ഷം 50-60 ലാക്സിന് കൂടുതൽ നഷ്ടമായിട്ടും എൻ്റെ ബ്രോ അർജുനെയും കൊണ്ട് നാട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ അയാളുടെ വിശ്വാസം, അയാളുടെ ആത്മവിശ്വാസം ഒരു ഭയങ്കര, ആർക്കും അത്രയും പെട്ടെന്ന് എടുക്കാവുള്ള ഒരു തീരുമാനമല്ല ഇത്. അയാളുടെ തീരുമാനം അത്രയും കഷ്ടപ്പെട്ടിട്ട് 72 ദിവസങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം സഹിച്ച് അവിടെ തന്നെ നിന്നു. അർജുനെയും കൊണ്ടേ പോവുള്ളൂ എന്ന് ആദ്യം പറഞ്ഞ അയാൾ അതുപോലെ തന്നെ ചെയ്തു. നാട്ടുകാരുടെ അഭിമാനമായി. ആരെന്ത് തള്ളി പറഞ്ഞാലും മനാഫ് ബ്രോയുടെ സാക്രിഫൈസ് വളരെ വലുതാണ്. യു cannot equal anybody's sacrifice with that. Even though he lost millions of rupees, he didn't quit the scene. He did not move away from that spot. He stayed over there for 72 days. Everybody, not only Malayalis, മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മുഴുവൻ, they are praising. Who is Mr. Manaf? Many people asked me, who is Mr. Manaf? We are seeing in YouTube channel, we are seeing in TikTok, we are seeing in Instagram. Who is Manaf? They asked me, many people asked me. I explained, Manaf ഒരു മലയാളിയാണ്, മലയാളിയുടെ അഭിമാനമാണ്. I was explained to them. Even people like locals, they asked me, who is this person? I could see every time in TikTok. What is his sacrifice? I explained to them, his sacrifice is not small. It cannot be done by a normal human. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനാഫ് ബ്രോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആര് എന്ത് തള്ളി പറഞ്ഞാലും മനാഫിൻ്റെ വാല്യൂ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും കുറച്ചെങ്കിലും ചിന്തിക്കുക. ഇത്രയും 73 ദിവസങ്ങൾ വെയിറ്റ് ചെയ്ത് ഉണ്ണാതെയും ഉറങ്ങാതെയും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആ പാവം സഹോദരി ഒരിക്കലും തള്ളിപ്പറയരുത്. ഡോണ്ട് ബ്ലെയിം ഹെർ ഫോർ എനി റീസൺ പ്ലീസ്. എനിക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടതാ. ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് മാസങ്ങളോളം ഫുഡൊന്നും കഴിക്കാതെ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് കിടന്ന മൈ ഓൺ സിസ്റ്റർ. ഐ നോ ദ പെയിൻ. സോ പ്ലീസ്, ഒരു കാരണവശാലും ആ പാവം സ്ത്രീയെ തള്ളിപ്പറയരുത്. ഈസ് ആൾ ഓഫ് അവർ സിസ്റ്റർ. പ്ലീസ് ടേക്ക് കെയർ. താങ്ക് യു.